ഓം നമ ശിവായ. ഈ വീഡിയോയിൽ ജാതകൻ അനേകം വാഹനങ്ങളുടെ ഉടമസ്ഥനും രാജതുല്യ പദവിയിൽ ജീവിക്കുന്നവനും ആയിരിക്കുന്ന ഗ്രഹസ്ഥിതികളെ സംബന്ധിച്ച് പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഈ ഗ്രഹസ്ഥിതി ഉണ്ടാകുന്നതിന് രണ്ടാം ഭാവാധിപനും ലഗ്നാധിപനും നാലാം ഭാവാധിപനും സ്വക്ഷേത്രങ്ങളിൽ ആയിട്ട് നിൽക്കുകയും ഒൻപതാം ഭാവാധിപൻ ലഗ്നഭാവത്തിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ ജാതകൻ സിംഹാസനം പോലെയുള്ള ഉന്നതമായ സ്ഥാനമാനങ്ങളെ അലങ്കരിക്കുന്നവനും അനേകം നല്ല വാഹനങ്ങളുടെ ഉടമസ്ഥനും ആയി തീരും. രണ്ടാമത്തെ ഒരു ഗ്രഹസ്ഥിതി വ്യാഴവും ശുക്രനും കൂടി നാലാം ഭാവാധിപനുമായി ചേർന്ന് കേന്ദ്രഭാവങ്ങളിലോ, അതായത് 1, 4, 7, 10 എന്നീ ഭാവങ്ങളിലോ, ത്രികോണഭാവങ്ങളിലോ, അതായത് 5, 9 ഭാവങ്ങളിലോ, 11ാം ഭാവത്തിലോ, ഈ ഭാവങ്ങളിൽ എവിടെയെങ്കിലും ചേർന്ന് നിന്നാലും ജാതകർക്ക് നേരത്തെ പറഞ്ഞ സിംഹാസനം പോലെയുള്ള ഇരിപ്പിടങ്ങളും ഉന്നത സ്ഥാനങ്ങളും അനേകം നല്ല വാഹനങ്ങളും ഒക്കെ ഉണ്ടാകുന്നവരാണ്. മൂന്നാമത്തെ മറ്റൊരു ഗ്രഹസ്ഥിതി 9ാം ഭാവാധിപൻ വ്യാഴവും ശുക്രനും ആയി ചേർന്ന് 9ാം ഭാവത്തിലോ 4ാം ഭാവത്തിലോ നിന്നാലും ജാതകന് അനേകം വാഹനങ്ങളുടെ ഉടമസ്ഥനും രാജതുല്യ പദവിയിൽ ജീവിക്കുന്നവനും ആയിരിക്കും. ഈ യോഗം ഉണ്ടാകുന്നതിന് 12ാം ഭാവം ശുദ്ധമായിരിക്കണം എന്ന ഒരു നിബന്ധന കൂടി ഉണ്ട്. എന്നാൽ 4ാം ഭാവാധിപൻ 8ാം ഇടത്ത് നിൽക്കുന്നു എങ്കിൽ ജാതകന് ഹീനമായിട്ടുള്ള വാഹനങ്ങൾ മാത്രമേ സിദ്ധിക്കുകയുള്ളൂ. ഇതാണ് 3 ഉന്നതമായിട്ടുള്ള സ്ഥാനമാനങ്ങളും നല്ല വാഹനങ്ങളും ലഭ്യമാകുന്ന 3 ഗ്രഹസ്ഥിതികളാണ് പറഞ്ഞത്. വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹ പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാവിധ സേവനങ്ങൾക്കും 9605232894 എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പർ